ഇന്നൊരു ലോക വിഡ്ഢിദിനമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ തമാശയായിട്ട് വിളിച്ചതെന്ന് പറയും. കോട്ടയത്ത് പോലീസിനെ ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ച മുൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് കേട്ടോ. കാരിക്കോട് സ്വദേശിയായ ഗംഗാധരൻ നായർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 1 പുലർച്ചെ പ്രതി വെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് ഈ പോലീസ് എത്തുന്നത്. ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ വീടിന് നേരെ ആരോ കല്ലെറിയുന്നു എന്നുള്ളതാണ്. പോലീസ് എത്തിയപ്പോൾ കിട്ടിയ മറുപടി ഇതെന്റെ വക ഏപ്രിൽ ഫൂൾ എന്നായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 1 പുലർച്ചെ 2 മണിയോടെ എടുക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. തൻ്റെ വീട്ടിലേക്ക് ആരോ കല്ലെറിയുകയാണെന്നും എത്രയും പെട്ടെന്ന് പോലീസ് സംഘം അവിടേക്ക് എത്തണമെന്നായിരുന്നു ആ ഫോൺ സന്ദേശത്തിലുണ്ടായിരുന്നു. തുടർന്ന് ഈ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന SI ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുകയായിരുന്നു. സാറേ, എന്തായിരുന്നു അന്വേഷണം സംഭവിച്ചത്? ഫോൺ അറ്റൻഡ് ചെയ്ത അരുൺ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി ഇത് ചോദിച്ചു, ചേട്ടാ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ എൻ്റെ വീട്ടിലേക്ക് ആരോ, ഞാനൊരു 62 വയസ്സ് പ്രായമായ ആളാണ്, ഞാനും ഭാര്യയും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ആരോ പുറത്തുനിന്നൊരു കല്ലെടുത്തെറിയുകയാണ് സാറേ, എത്രയും പെട്ടെന്ന് എനിക്ക് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ ആ ചെമ്മഞ്ചി ഭാഗത്തോടെ ചെന്നിട്ട് വീട് കറക്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പുള്ളിയോട് വിളിച്ച് ചോദിച്ചു, ചേട്ടാ എവിടെയാണ്, ചേട്ടൻ്റെ വീട് ഏതാ? ഞങ്ങൾ വെള്ളൂർ പോലീസാണ്, പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ സഹായത്തിനായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്നൊരു ലോക വിഡ്ഢിദിനമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ തമാശയായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സിലേക്കൊക്കെ അങ്ങനെ വെറുതെ തമാശയായിട്ട് അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ അത് മോശമല്ലേ എങ്ങനെയാണ് കാണിച്ചത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ഞാനൊന്ന് വിളിച്ചത് പരീക്ഷിച്ച് നോക്കിയതാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അത് മോശമായിപ്പോയി, അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. ചേട്ടാ ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, ഞങ്ങൾ അവിടെ നേരെ തിരിച്ച് പോരുകയും ചെയ്തു. അയാൾക്കെതിരെ ഒരു ചെറിയ സുമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു.